കണ്ണൂരിൽ ആനയോട് കൊടും ക്രൂരതയാണ് കാണിച്ചത്. പൊട്ടിയൊലിക്കുന്ന വ്രണവുമായി ശരീരമാസകലം പരിക്കുള്ള ആനയെ കണ്ണൂർ തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രത്തിൽ എഴുന്നള്ളിക്കാനായി കൊണ്ടുവന്നു. തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രത്തിലെ ഉത്സവത്തിനു വേണ്ടിയാണ് മംഗലാംകുന്ന് ഗണേശൻ എന്ന ആനയെ എത്തിച്ചത്. ശരീരത്തിൽ പൊട്ടിയൊലിക്കുന്ന വ്രണമുള്ള ഈ ആനയെ 3 മണിക്കൂർ നീണ്ട ഉത്സവ പരിപാടിക്ക് പങ്കെടുപ്പിച്ചുവെന്ന പരാതിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള എഴുന്നള്ളിപ്പിന് വേണ്ടിയാണ് മംഗലാംകുന്ന് ഗണേശൻ എന്ന ആനയെ എഴുന്നള്ളിപ്പിൽ പങ്കെടുപ്പിച്ചത്. ആനയുടെ കാലുകളിലും ശരീരത്തിലും മാരകമായ മുറിവുണ്ട്. ഈ മുറിവുകൾ പൊട്ടിയൊലിച്ച് വ്രണമായി മാറിയിട്ടുണ്ട്. ഏകദേശം 4 മണിക്കൂറോളം നീണ്ട എഴുന്നള്ളിപ്പിൽ പങ്കെടുത്ത ആനയ്ക്ക് നടക്കാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നതായി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. ആനപ്പാപ്പന്മാർ ഈ മുറിവുകളിൽ ഇടയ്ക്ക് മരുന്ന് പുരട്ടിക്കൊടുക്കുന്നതായും സംഭവം നേരിൽ കണ്ടവർ പറയുന്നു. ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചതിനെ തുടർന്ന് ആനയുടെ പാപ്പാന്മാർക്കും ഉടമസ്ഥനുമെതിരെ വനംവകുപ്പിൽ പരാതി നൽകിയിട്ടുണ്ട്. ആനകളെ ഉത്സവാവശ്യങ്ങൾക്കായി എഴുന്നള്ളിപ്പിക്കുന്നതിന് മുൻപ് ചില നിബന്ധനകൾ പാലിക്കേണ്ടതായുണ്ട്. എഴുന്നള്ളിപ്പിന് 72 മണിക്കൂർ മുൻപ് ആനയെ പരിശോധിച്ച് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങണം. അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആനയ്ക്ക് ഫിറ്റ്നസ് നൽകാനും പാടില്ലെന്നുണ്ട്. ഈ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയാണ് ആനയ്ക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെറും 400-ൽ താഴെ മാത്രം അവശേഷിക്കുന്ന നാട്ടാനകളുള്ള കേരളത്തിൽ ആനകൾക്ക് കടുത്ത ക്ഷാമമാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ് പരിക്കുള്ളതും മദപ്പാടുമുള്ള ആനകളെ ഉത്സവ പരിപാടികളിൽ പങ്കെടുപ്പിക്കേണ്ടതായി വരുന്നത്. മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നും ആനകളെ കേരളത്തിലേക്ക് കൊണ്ടുവരാനായി സുപ്രീം കോടതിയുടെ അനുകൂല നടപടിയുണ്ടെങ്കിലും ഇത് പ്രാവർത്തികമാകാനുള്ള കാലതാമസമാണ് നിലവിലുള്ള നാട്ടാനകൾക്ക് വിശ്രമമില്ലാതെ ഉത്സവപൂര പരിപാടികളിൽ പങ്കെടുക്കേണ്ടതായി വരുന്നത്.